ഹബീബായ നബി ആരാണ്? സ്വർഗം താക്കോല് കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നയാളാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ, സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ചോദിക്കുമ്പോ, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാൻ, അന്ത ഉമിർത്ത, നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാമല്ലോ എന്ന് അള്ളാഹുവിന്റെ മലക്ക് പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നരകത്തെ കുറിച്ച് പറഞ്ഞാൽ സദസ്സ് മുഴുവൻ കരഞ്ഞു പോകും. റസൂലുള്ള കരയുമെന്ന് മാത്രമല്ല, റസൂലുള്ള പലപ്പോഴും ബോധരഹിതനായി വീഴും. നമുക്കത് സാധ്യമാവണം. നമ്മൾ ബോധം കെട്ടില്ലെങ്കിലും ജീവിതത്തിൽ പലതവണയെങ്കിലും ഒന്ന് കണ്ണീരൊഴുക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവേ ഞാൻ കടക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സ് നിറഞ്ഞാൽ, ആരുടെയെങ്കിലും കണ്ണൊഴുകിയാൽ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ യലിജുന്നാർ മൻ ബകാ മിൻ ഖശിയത്തിന്നാർ, അല്ലെങ്കിൽ മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ പേടിച്ചുകൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നരകത്തെ ഭയന്നുകൊണ്ട് ആരെങ്കിലും കണ്ണീരൊഴുക്കിയാൽ, ആരെങ്കിലും കരഞ്ഞാൽ, അവരെ പിന്നെ നരകം സ്പർശിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പറയാണ്, റസൂലുള്ള പലപ്പോഴും നരകത്തെക്കുറിച്ച് പറയുന്നത് കാണുമ്പോ, ഹത്താ തറഹംനാ അലൈഹി, നബിയോട് ഞങ്ങൾക്ക് കാരുണ്യം തോന്നാറുണ്ടായിരുന്നു. ഇത് പറഞ്ഞത് കൊണ്ടാണല്ലോ കരയേണ്ടി വന്നത്. ഇത് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഹബീബ് ബോധം കെട്ട് വീഴേണ്ടി വന്നത്. ഒരു ദിവസം റസൂലുള്ള നരകത്തെ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞവിടുന്ന് പറഞ്ഞു, 1000 കൊല്ലം നരകം കത്തിച്ചു. അത് ചുവന്നതും കറുത്തതും വെളുത്തതും ഒക്കെ പറഞ്ഞു. നരകത്തിന്റെ ഭീകരത മുത്ത് നബിയുടെ ആ നാവിൽ നിന്നിങ്ങനെ കേൾക്കുമ്പോ പെട്ടെന്നതാ ഫഇദാഹു റജുലുൻ മിനൽ ഹബശ, അബ്സീനിയക്കാരനായ ഒരു മനുഷ്യൻ, ഫഖ്തഫ ബിൽ ബുകാ, അങ്ങ് അട്ടഹസിച്ചങ്ങ് കരഞ്ഞു, അങ്ങ് ബോധം കെട്ടു വീണു. എല്ലാവരും കൂടി, എല്ലാവർക്കും ഭയങ്കര സങ്കടം. കാരണം നബി പറഞ്ഞപ്പോഴേക്ക് ബോധം കെട്ട് വീണല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബോധം തെളിയാൻ കാത്തു നിൽക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ അടുക്കലേക്കതാ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, മനിൽ ബാക്കി ബൈന യദൈക യാ റസൂലല്ലാഹ്, ആരാ നബിയെ അങ്ങയുടെ അടുക്കൽ ഇങ്ങനെ കരഞ്ഞു പോയ ആൾ? ആരാണങ്ങനെ കരഞ്ഞയാൾ? അവിടുന്ന് പറഞ്ഞു, റജുലും മിനൽ ഹബശ ഫമദഹു, അതിന്നാലിന്നെ എത്യോപ്യക്കാരനായ മനുഷ്യനാണ്. അങ്ങനെ ആ മനുഷ്യന്റെ ഗുണഗണങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വരികയാണ്. അങ്ങയോടൊരു കാര്യം പറയാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചതാണ്. വഇസ്സതി വജലാലി വഅളമതി ഫൗക അർശി, എന്റെ സ്ഥാനമാണ്, എന്റെ മഹത്വമാണ്, അർശിന് മുകളിലുള്ള എന്റെ പ്രതാപമാണ്. മാ ബഖത് ഐനു അബ്ദിൻ ഫിദ്ദുനിയാ മിൻ മഖാഫത്തിന്നാർ, ആരെങ്കിലും ദുനിയാവിൽ വെച്ച് നരകത്തെ പേടിച്ചുകൊണ്ടൊന്ന് കരഞ്ഞു പോയാൽ എന്താ ഉണ്ടാവുക? ഇല്ലാ അക്സറതു ലഹികഹാ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ച് അവന് ചിരിക്കാനുള്ള, സ്വർഗ്ഗത്തിൽ വെച്ച് അവന് ചിരിയെ വർദ്ധിപ്പിക്കുവാനുള്ള അവസരം ഞാൻ നൽകുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലമുണ്ട്. ആ പാലമാണ് സിറാത്ത് എന്നറിയപ്പെടുന്നത്, സിറാത്ത് പാലം. ഇതൊക്കെ പറയാൻ എവിടെ സമയം? ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് എത്ര കാലമായി മുഅ്മിനെ? സിറാത്ത് എന്ന പാലത്തിലൂടെ നടക്കേണ്ടതിനെ കുറിച്ച് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. അത് മുടിയേക്കാൾ നൈസായിരിക്കും, മുടിയേക്കാൾ നിസാരമായിരിക്കും.
അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കും. അതിന് മുകളിലൂടെ ചില ആളുകൾ കാറ്റെറിയുന്ന വേഗത്തിൽ പോകും, ചില ആളുകൾ മിന്നെറിയുന്നത് പോലെ പോകും, ചില ആളുകൾ കുതിരയുടെ മുകളിൽ പോകുന്നത് പോലെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുദ്രിബുസ് സിറാത്തു ബൈന ളഹ്റാനൈ ജഹന്നം. നരകത്തിന്റെ രണ്ട് ഭാഗത്തുമായിട്ടാണ് അല്ലാഹു തആല സിറാത്തിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഫഅന അകൂനു അവ്വല മൻ യുജീസു ബി ഉമ്മതിഹി മിനർ റുസുൽ. മറ്റുള്ള നബിമാരിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന് എന്റെ സമുദായവുമായിട്ട് ഞാനായിരിക്കും ആദ്യമായി ഈ മഹ്ശറിൽ നിന്ന് ഈ സിറാത്ത് പാലം വിട്ടുകടക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒന്ന് ഓർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറയൂ. ഇത് പറയാനും ഇത് ഓർത്ത് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ഓർക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിഫലം അത് വേറെ ഒരു വിഷയമാണ്. ഒരു ഹദീസ് മാത്രം ഞാൻ പറയുകയാണ്. റസൂലുള്ള പറയുന്ന, ഇമാം ഗസാലി തന്റെ യഹ്യയിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. യുഅ്താ ബിഹി യൗമൽ ഖിയാമ. കരഞ്ഞയാളെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ടോ കൊണ്ടുവരുമ്പോൾ ഇയാൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷയാകണം. നമ്മൾ പ്രതീക്ഷിക്കുന്നവരാണല്ലോ. ഒരുപാട് ദോഷങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. ഫയുഅ്മറു ബിഹി ഇലന്നാർ. അങ്ങനെ ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുവരികയാണ്. നരകത്തിലേക്ക് ആ മനുഷ്യന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുമ്പോ അതാ ഫതതകല്ലമു ശഅറത്തും മിൻ ശഅറാത്തി ഐനൈ. അവന്റെ രണ്ട് കണ്ണിന്റെ രോമങ്ങളിൽ നിന്ന് ഒരു രോമം എഴുന്നേറ്റ് നിൽക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്, ഈമാനുള്ളവരോടാണ്. അല്ലാഹു നമുക്കിത് വിശ്വസിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രോമം അല്ലാഹുവിനെ വിളിക്കും, അല്ലാഹുവേ വറസൂലുക മുഹമ്മദുൻ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, നിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹ് മംബകാ മിൻ ഖശ്യത്തിന്നാർ ഹറമല്ലാഹു തിൽകൽ ഐന അനിന്നാർ. നരകത്തെ പേടിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ, അല്ലാഹുവേ റബ്ബേ പടച്ചവനെ, ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് നീ ഒഴിപ്പിച്ചു നിർത്തുമെന്ന് നിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവേ ഇന്നി ബകൈതു മിൻ ഖശിയതിക. പടച്ചോനെ, ഞാൻ നിന്നെ പേടിച്ച് കരഞ്ഞയാളാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞാൻ നിന്നെ പേടിച്ച് കരഞ്ഞയാളാണ്, ഞാൻ നരകത്തെ പേടിച്ച് കരഞ്ഞയാളാണ് എന്നീ ഈ രോമം, കണ്ണിന്റെ രോമം അല്ലാഹുവിന്റെ മുമ്പിൽ വാദിക്കുമ്പോ ഫയഗ്ഫിറുല്ലാഹു ലഹു. അല്ലാഹു ആ മനുഷ്യനങ്ങ് പുറത്തു കൊടുക്കും. പിന്നെയോ വയസ്തഖ്ലിസുഹു മിനന്നാർ. അവനെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുകയും ചെയ്യും. ബിബറക്കത്തി ശഅറത്തിൻ വാഹിദ. ഒരൊറ്റ രോമത്തിന്റെ അനുഗ്രഹം കൊണ്ട്. കാനത്ത് തബ്കി മിൻ ഖശ്യത്തില്ലാഹി ഫിദ്ദുനിയ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ദുനിയാവിൽ വെച്ച് കരഞ്ഞത് കാരണം അല്ലാഹു സ്വർഗം നൽകുമെന്ന് മാത്രമല്ല, വയുനാദി ജിബ്രീൽ. ജിബ്രീൽ അവിടെ വെച്ച് വിളിച്ചു പറയുകയാണ്, നജാ ഫുലാനുൻ ബിശഅറത്തിൻ വാഹിദ. ഒരൊറ്റ മുടി കൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വെച്ച് വിളിച്ചു പറയുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയാണ് നരകവാസികൾ. എല്ലാം കഴിഞ്ഞു. അൽ ജന്നത്തു അവിന്നാർ. സ്വർഗത്തിലേക്കുള്ളവരങ്ങോട്ട്, നരകത്തിലേക്കുള്ളവരങ്ങോട്ട്. അങ്ങനെ അങ്ങായി കഴിഞ്ഞാൽ പിന്നെ മരണമില്ലല്ലോ. മുഅ്മിനെ അവിടെ വെച്ച് അല്ലാഹു തആല മരണത്തിന്റെ പ്രതീകമായി ഒരാടിനെ കൊണ്ടുവരികയും സ്വർഗ നരകങ്ങൾക്കിടയിൽ വെച്ച് എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് ആ നരകത്തിന്റെയും ഇടയിൽ വെച്ച് അല്ലാഹു മരണത്തെ അങ്ങ് വധിച്ച് കളയും, അറുത്ത് കളയുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെ നരകം കാണുകയാണ്. ഒന്ന് പേടിക്കാൻ എന്തു മാർഗം?
ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജ്വലിക്കുന്ന നരകം കാണുന്നവരാണ്. ثم لترونها عين اليقين, തീർച്ചയായും നിങ്ങൾ ദൃഢമായ കാഴ്ച കാണുന്നവരാണ്. ദൃഢമായ കാഴ്ച, ഒരു സംശയവുമില്ലാത്ത കാഴ്ച, ഒരു രക്ഷയുമില്ലാത്ത കാഴ്ച. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ എന്തെല്ലാമുണ്ട്? അവിടെ തേളുകളുണ്ട്, പാമ്പുകളുണ്ട്. എല്ലാ ശിക്ഷയും അല്ലാഹ് ഖുർആനിൽ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുകയല്ലേ. റസൂലുള്ള പറയുകയാണ്, ഇന്ന അദ്നാ അഹ്ലിന്നാരി അദാബൻ യൗമൽ ഖിയാമ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയുള്ള ആൾ അതാരാ? എന്താ അയാളുടെ ശിക്ഷ? യന്തഇലു ബിനഅലൈനി മിന്നാർ, നരകത്തിലെ തീ കൊണ്ടുള്ള 2 ചെരുപ്പ് അയാൾക്ക് ധരിപ്പിക്കപ്പെടും എന്നാണ്. എന്നിട്ടോ അതുകൊണ്ട് രക്ഷയില്ല. യുഗ്ലാ ദിമാഗുഹു മിൻ ഹറാറ, ചൂട് കാരണം തലച്ചോറിങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞത് നബിയുടെ പ്രിയപ്പെട്ട പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബിനെ കുറിച്ചാണ് എന്ന്. ആരാ? റസൂലിന്റെ സംരക്ഷകനായി, താങ്ങായി, തണലായി, ഒരു പിതാവിനെ പോലെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ വേളയിലും പൊന്നുമകനെ പോലെ വളർത്തിയ അബൂ ത്വാലിബ്, മുസ്ലിമാകാൻ സൗഭാഗ്യമില്ലാതെ പോയ അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനാണ് ഇത്ര ഈ ശിക്ഷ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ ജഅഫറിന്റെ ഉപ്പയായ റളിയല്ലാഹു അൻഹുമാ, ഇവരുടെയൊക്കെ പിതാവായ നബിയുടെ പ്രിയപ്പെട്ട മൂത്താപ്പയായ പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരനായ അബൂ ത്വാലിബിനാണ് ഈ ശിക്ഷ നൽകുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസുകളിൽ കാണാം, വ്യാഖ്യാനങ്ങളിൽ കാണാം. നമ്മൾ ആ രംഗമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ്. ഇതൊക്കെ നമ്മോട് പറയുന്നതാ ഖുർആൻ. ഖുർആൻ നമ്മൾ ഓതേണ്ടതാണ്. ഇവിടുന്ന് ആരാ? എന്താ അവൻ്റെ ഒരു അഹങ്കാരം? നമ്മൾ ആരാന്ന് തീരെ അറിയാത്ത ആളുകൾ നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരോട് നമ്മൾ പറയാറുള്ളത് തന്നെ ഞാൻ ആരാന്ന് നിനക്കറിയില്ല എന്നതാണ്. അങ്ങനെയുള്ള നമ്മളുണ്ടല്ലോ. ഇവിടെ വെച്ച് ചെയ്തതിന് മുഴുവൻ അവിടെ വെച്ച് കിട്ടുന്ന ഒന്ന് അല്ലാഹു പറയുകയാണ്, വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ്. അന്ന് കുറ്റവാളികളായ ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും നബിയേ. മുഖർറനീന ഫിൽ അസ്ഫാദ്, അവർ ചങ്ങലകളിൽ കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയവരായിരിക്കും. പിന്നെയോ സറാബീലുഹും മിൻ ഖത്റാൻ, അവരുടെ വസ്ത്രം തീപ്പന്തങ്ങളായിരിക്കും. ഇവിടുന്നവർ വലിയ ടൈറ്റ് ഫിറ്റ് ജീൻസ് ഇട്ടവരായിരുന്നു. ഇവിടുന്നവർ ഔറത്ത് വെളിവാക്കി നിസ്കരിച്ചവരായിരുന്നു. ഇവിടുന്നവർ നിഷിദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നരകത്തിൽ നിന്നല്ല മഹ്ശറിൽ നിന്ന് തന്നെ അല്ലാഹു തആല നരകത്തിന്റെ വസ്ത്രം നൽകുമെന്നല്ലേ പറഞ്ഞത്? സറാബീലുഹും, അവരുടെ വസ്ത്രം മിൻ ഖത്റാൻ, അവർക്ക് തീപ്പന്തം കൊണ്ടുള്ള വസ്ത്രമാണ്. വതഗ്ശാ ഉജൂഹഹുമുന്നാർ, അവരുടെ മുഖമിങ്ങനെ തീ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, നല്ല സംസ്കാരത്തിലേക്ക് കടന്നു വരണം. ഔറത്ത് മറക്കാൻ പഠിക്കണം. നിസ്കരിക്കുമ്പോ ഔറത്ത് വെളിവാകുന്നത് ശ്രദ്ധിക്കണം. അന്യന്റെ ഫാഷൻ നമ്മൾ സ്വീകരിക്കരുത്. ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരമോ ക്രിക്കറ്റ് താരമോ സിനിമാ താരമോ ഏതെങ്കിലും ആഭാസത്തിന്റെ വസ്ത്രം വരുമ്പോഴേക്ക് നമ്മൾ ധരിക്കരുത്, മക്കളെ ധരിപ്പിക്കരുത്, യുവാക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ വസ്ത്രം ധരിച്ചവൻ വരുമ്പോ നമ്മളതിൽ
സന്തോഷിക്കുകയും ചെയ്യരുത്. നമ്മൾ പറയും നന്നായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ, അത് അത്തരം സംസ്കാരങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ എന്തു പറയാനാ? മിഅ്റാജ് കഴിഞ്ഞു വന്നിട്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ഇത്വലഅതു അലന്നാർ, നരകത്തിലേക്ക് ഞാൻ എത്തി നോക്കിയപ്പോ ഫറഅയ്തു അക്സറ അഹ്ലിഹാ മിനൻ നിസാ, ഞാൻ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. മൗരിലെ കണ്ണിയത്ത് ഉസ്താദിന്റെ ഓർമ്മയിലുള്ള ഈ സദസ്സിലിരിക്കുന്ന സഹോദരിമാരെ, നരകവാസികളായി അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട്. സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം നരകത്തിന്റെ അവകാശികളാണ്. ലമ്മറഹുമ, അവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്റെ കാലത്ത് അവരില്ല, അവർ വരാനുള്ളവരാണ്. രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം അക്രമികളായ ഭരണാധികാരികളാണ്, രണ്ടാമത്തെ വിഭാഗം വനിസാ, പെണ്ണുങ്ങളാണ്. പെരുന്നാളാവുമ്പോ ടെക്സ്റ്റൈൽസുകളിലേക്ക് പോകുമ്പോ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വസ്ത്രം എടുപ്പിച്ചു കൊടുക്കുമ്പോ ഔറത്ത് മറയ്ക്കാതെയുള്ള വസ്ത്രം നിങ്ങൾ എടുപ്പിച്ചു കൊടുക്കാൻ ധൈര്യപ്പെടുമ്പോ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരാണ്. മായിലാത്തുൻ മുമീലാത്ത്, മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തലയിൽ മുടി ചുരുട്ടി കെട്ടിവെച്ചവരാണവർ. അള്ളാഹുവിന്റെ റസൂൽ നരകത്തിലാണെന്ന് മാത്രമല്ല പറഞ്ഞത്, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല, വലാ യജിദുന റീഹഹാ, ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് കിട്ടില്ലല്ലോ. ഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, ആ സ്വർഗത്തിന്റെ സുഗന്ധം വർഷങ്ങളുടെ വഴി ദൂരം അടിച്ചു വീശുന്ന സുഗന്ധമാണ്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഈ പറയുന്നത് നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പറയുന്നത് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കണമെന്നാണ് മുഹമ്മദ് മുസ്തഫ, എന്നാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ നരകം? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിലെ വിറകായിട്ട് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് പച്ച മനുഷ്യനെയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. പിന്നെയോ ഹബീബായ അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു പറയുന്നത് വൽ ഹിജാറ, കല്ലുകളുമാണ്. കല്ലുകൾ നന്നായി തീ കത്താൻ ഉപയോഗിക്കുന്ന സാധാരണ കല്ലുകൾ എന്നല്ല, കല്ലുകൾ പ്രത്യേകമായിട്ട് തീ നന്നായി കത്തിയാൽ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ച് നരകത്തിലെത്തിയ അല്ലാഹു തആല ശക്തിപ്പെടുത്തുമെന്നാണ്. നമ്മൾ പേടിക്കേണ്ടവരാണ്, നമ്മൾ ബേജാറാകേണ്ടവരാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു തവണ ബേജാറാവാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ രക്ഷ. ഒരു തവണ കണ്ണീരുറ്റിക്കാൻ കഴിഞ്ഞാൽ, അല്ലേ, ഒരു തവണ കണ്ണീരുറ്റിക്കാൻ കഴിഞ്ഞാൽ, രണ്ട് തുള്ളികൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തുള്ളികളാണ്. ഒന്നാമത്തെ തുള്ളി ഏതാണെന്നറിയോ? ഖത്റത്തു ദമിൻ തുഹ്റാഖു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ മോഹിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആളുടെ, പോരാളിയുടെ ആ ശരീരത്തിൽ നിന്നൊഴുകുന്ന തുള്ളിയുണ്ടല്ലോ, ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ നമ്മുടെ പാവപ്പെട്ട പിഞ്ചുബാല്യങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവിടെയുള്ള ഈമാനിന്റെ ഏറ്റവും ശക്തരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ക്രൂരന്മാരായ ഇസ്രായേലുകാരുടെ ബോംബുകൾ കൊണ്ട്, അവരുടെ മിസൈലുകൾ കൊണ്ട്, അവരുടെ വെടിയുണ്ടകൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒന്നാണ്, ഖത്റത്തു ദമിൻ തുഹ്റാഖു ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കുന്ന രക്തത്തുള്ളിയാണ്. ഇത് നമുക്കാർക്കും അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല.
എന്നാൽ അടുത്ത തുള്ളി നിങ്ങൾക്ക് അവസരമുണ്ട്, എനിക്ക് അവസരമുണ്ട്. അതേതാണ്? ഖത്റത്തു ദുമൂഅ് തസീലു മിൻ ഖശിയത്തില്ലാഹ്. പടച്ചവനെ പേടിച്ചുകൊണ്ട്, ഈ നരകം പേടിച്ചുകൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയന്നുകൊണ്ട്, ഈ നരകത്തെ ഭയന്നുകൊണ്ട് ആരെങ്കിലും കണ്ണീരൊഴുക്കിയാൽ അവർക്ക് അല്ലാഹു തആലാക്ക് ആ തുള്ളി വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ അമല് സ്വർഗം മുന്നിൽ കണ്ടിട്ടും നരകം പിന്നിൽ കണ്ടിട്ടുമായിരിക്കണം. മിൻ വറാഇഹിം ജഹന്നം എന്നാണ് അല്ലാഹു പറഞ്ഞത്. അവരുടെ മുമ്പിൽ നരകമുണ്ട്. എന്തൊക്കെ താക്കീതുകളാണ്, എന്തൊക്കെ ഭീഷണികളാണ് അല്ലേ? സനഫ്റഗു ലഹും അയ്യുഹസ് സഖലാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കുവാടാ. അള്ളാന്റെ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ. സനഫ്റഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞിരിക്കും, നിങ്ങളെ നോക്കാൻ, നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ ശിക്ഷിക്കാനും. എന്നിട്ടോ വീണ്ടും പറയുന്നു, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർള്. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യനെ അല്ലാഹു വെല്ലുവിളിക്കുകയാണ്. ആകാശഭൂമികളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നിനക്ക് പോകാൻ കഴിയുമോ? ഇല്ലല്ലോ. അങ്ങനെ കഴിയുമെങ്കിൽ ഫംഫുദൂ, നിങ്ങളങ്ങ് പോ. നിങ്ങൾക്ക് കഴിയില്ല. അതിന് അല്ലാഹുവിന്റെ ശക്തി കൊണ്ടല്ലാതെ, അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് കഴിയില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. എന്നിട്ടോ ഇനി ഒരു ദിവസം വരാനുണ്ട്, നിങ്ങൾ ചെയ്തതിന് മുഴുവൻ യുർസലു അലൈകുമാ ശുവാദും മിൻ നാർ വനുഹാസ് ഫലാ തന്തസിറാൻ. അന്ന് നിങ്ങളുടെ മേൽ തീജ്വാല, നിങ്ങളുടെ മേൽ തീക്കട്ടകൾ എല്ലാം മയക്കപ്പെടും. എന്നിട്ട് മാത്രമല്ല മുഅ്മിനേ, വല്ലാതെ ഭയക്കേണ്ട വചനങ്ങളാണ്. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, കുറ്റവാളികൾക്ക് അവരുടെ മുഖത്ത് തന്നെ അടയാളമുണ്ട് അല്ലേ? നിർഭാഗ്യരുടെ സങ്കേതമാണ് നരകം എന്നതാണല്ലോ നമ്മുടെ വിഷയം. അവർ നിർഭാഗ്യവാന്മാർ, അവരുടെ മുഖത്ത് തന്നെ അതിന്റെ അടയാളമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഫയുഖദു ബിൻ നവാസി വൽ അഖ്ദാ. അവരുടെ മൂർധാവും അവരുടെ കാലും ഒരുമിച്ച് അല്ലാഹു കൂട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണമേ തമ്പുരാനെ. അല്ലാഹു പിന്നെ പറയുന്നത് എന്താ? ഇതാണ് ആ നരകം. ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. എല്ലാരും ഉണ്ടാവൂല എന്ന് കരുതിയിരുന്ന നരകാണിത്. എങ്ങനെ? കൈയും കാലും ഒരുമിച്ച് പിടിച്ചങ്ങ് വലിച്ചെറിയ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നരകം സൂക്ഷിക്കാൻ നിരന്തരമായിട്ട് നമ്മോട് പറഞ്ഞു അല്ലേ? എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സതുപദേശങ്ങളിൽപ്പെട്ട ഒന്ന്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു വലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ. നിങ്ങളിൽപ്പെട്ട ഏതൊരാളും അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒരാളും ട്രാൻസ്ലേറ്റർ ആയിട്ടുണ്ടാവില്ല. ഒരാളും അതിന്റെ ആവശ്യമില്ല അള്ളാഹ്ക്ക്. ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ. ചെയ്തത്, കണ്ടത്, പറഞ്ഞത് എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഹാജരാക്കപ്പെടുകയാണ്. ഇവൻ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും. ഫയൻളുറു ഇലാ ഐമൻ, അവന്റെ വലതുഭാഗത്തേക്ക് അവൻ നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, വലതുഭാഗത്തവൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. അവൻ ഇടതുഭാഗത്തേക്ക് നോക്കും, അവന്റെ ഇടതുഭാഗത്തും ചെയ്തത് മാത്രമേ ഉള്ളൂ. അവൻ മുന്നിലേക്ക് നോക്കുമ്പോഴും പിന്നിലേക്ക് നോക്കുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫലാ യറന്നാറ തിൽഖാ വജ്ഹി, അവന്റെ സ്വന്തം മുമ്പിൽ മുഅ്മിനേ
നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല. അതുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. എന്ത് സൽക്കർമ്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക? അത് ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം നിങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈത്തപ്പഴം ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നു, ആ സമയത്ത് അതിന്റെ ഒരു കഷ്ണം നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ടാണെങ്കിലും നരകത്തിൽ നിന്നുള്ള മോചനമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ രൂപം അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നരകമിങ്ങനെ തട്ടുകളായിട്ടാണ്. ഒരു തട്ടിങ്ങനെ, അതിന്റെയും മറ്റേ തട്ടിന്റെയും ഇടയിൽ കൊല്ലങ്ങളോളമുള്ള വഴി ദൂരമുണ്ട്. അതിന്റെ മുകളിൽ മറ്റൊരു തട്ട്, അങ്ങനെ 7 തട്ടുകളായി 7 കവാടങ്ങളായിട്ടാണ് അല്ലാഹു തആല നരകത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ 7 എണ്ണത്തിനും ഓരോ പേരുണ്ട്. ഒന്ന് ജഹന്നമാണ്, ഒന്ന് ലവായാണ്, മറ്റൊന്ന് ഹുത്തമയാണ്, മറ്റൊന്ന് സഈറാണ്, മറ്റൊന്ന് സഖറാണ്, മറ്റൊന്ന് ജഹീമാണ്, ഹാവീൻ. ഇത് ഓരോ നരകത്തിലും ഓരോരുത്തരാണ്. ഹാവീൻ മുനാഫിഖീങ്ങൾക്കുള്ളതാണ്. അപ്രകാരം ജഹന്നമിലാണ് സത്യവിശ്വാസികളായ കുറ്റവാളികൾ ഉണ്ടാകുന്നത്. ഫിർഔനിനും കൂട്ടർക്കും വേറെ ഒന്നാണ്, അതുപോലെ ഓരോരുത്തർക്കും വേറെ ഓരോന്നാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സംസാരിക്കുകയാണ്. മാലി അറാക മുതഗയ്യിറൽ ലൗൻ. എന്താണ് ജിബ്രീലേ ഇങ്ങനെ വിവർണനായി നിങ്ങളെ കാണുന്നത്? നിങ്ങളെ സാധാരണ ഇങ്ങനെയല്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, നരകത്തിന്റെ ഒരു ജ്വാല ഞാൻ കണ്ടു. അത് കണ്ട് ഞാൻ വല്ലാതെ ഭയന്നുപോയി. ആ നരകത്തെ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലേ, സിഫ്ലി ജഹന്നം, നരകം എങ്ങനെയാണെന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം ജിബ്രീലേ. അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ അമറ ബി ജഹന്നം, അല്ലാഹു തആല നരകത്തോട് കൽപ്പിച്ചു, ഫഊഖിദ അലൈഹാ അൽഫആം, അല്ലാഹുവിന് മാത്രം അറിയാവുന്ന 1000 കൊല്ലത്തെ ദൈർഘ്യം അല്ലാഹു തആല നരകത്തെ കത്തിച്ചു. അങ്ങനെ ആ നരകം വെളുത്തുപോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു. അപ്പോഴേക്കത് ചുവന്നുപോയി. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു. അങ്ങനെ അത് കറുത്തുപോയി. അത് കറുത്തതും കട്ട പിടിച്ചതും കൂരിരുട്ട് നിറഞ്ഞതുമാണ്. അതിന്റെ ജ്വാല ഒരിക്കലും അണയുകയില്ല, അതിന്റെ തീ ഒരിക്കലും അണഞ്ഞു പോവുകയില്ല. അങ്ങനെ ജിബ്രീൽ ഇങ്ങനെ പറയുകയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയാ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു തന്നെയാണ് സത്യം. ലൗ അന്ന ഖദ്റ തഖബി ഇബ്റത്തിൻ ഫുതിഹ മിൻ ജഹന്നം, ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ ഒരൽപ്പമെങ്ങാനും ഈ ഐഹിക ലോകത്തേക്ക് തുറക്കപ്പെടുകയാണെങ്കിൽ, ഇത് പറയുന്നതാരാ? ഇൻദഹു അല്ലാഹു തആല വല്ലാതെ സത്യം ചെയ്തു പറഞ്ഞ ശക്തരിൽ ശക്തരായ മുഖറബായ മലക്ക് ജിബ്രീൽ. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ, ശക്തവാനാണ്, ഇൻദദിൽ അർശി മകീൻ, അർശിന്റെ അടുക്കൽ വലിയ പ്രതാപമുള്ള ജിബ്രീൽ അലൈഹിസ്സലാമാണ് പറയുന്നത്, നബിയോടാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കേൾക്ക്, മനസ്സിന്റെ ഉള്ളിലേക്ക് ഈ പറയുന്നത് കേൾപ്പിക്ക് നിങ്ങൾ. എങ്ങനെയാ നരകം? അതിന്റെ ഒരു ദ്വാരം, ഒരു സൂചിയുടെ ഒരു ദ്വാരം എങ്ങാനും ദുന്യാവിലേക്ക് തുറക്കപ്പെടുകയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു തആല മരിപ്പിച്ച് കളയുമായിരുന്നു. ലൗ അന്ന ഖാസിനം മിൻ ഖസനത്തി ജഹന്നം, നരകം സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഈ ഭൂമിയിലേക്ക് വരികയാണ് എങ്കിൽ ദുന്യാവിലുള്ളവർ മുഴുവൻ മരിച്ചു പോകുമായിരുന്നു. അവന്റെ ആ ദുർഗന്ധമായ വാസന കാരണം ആ നരകത്തിലുള്ള ഏതെങ്കിലും ഒരു ചങ്ങലയുടെ ഒരു കൊളുത്ത്, ഒരു
മലയുടെ മുകളിൽ വെക്കുകയായിരുന്നുവെങ്കിൽ ലദാബത്തിൽ ജിബാൽ, ആ പർവ്വതം അങ്ങനെ ഉരുകി ഉരുകി അത് ഭൂമിയുടെ ആഴിലേക്ക് അങ്ങ് പോവുമായിരുന്നു. റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഹസ്ബി യാ ജിബ്രീൽ, മതി ജിബ്രീലേ, ഇനി പറയല്ലേ. ലാ യൻസദിഉ ഖൗൽ ഖൽബി ഫഅമൂത്, എന്റെ ഹൃദയം പൊട്ടിപ്പോകും, ഞാൻ മരിച്ചു പോകും ജിബ്രീലേ. ഫനദറ ജിബ്രീലു ഇലാ റസൂലില്ലാ, ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനദറ റസൂലുള്ളാഹി ഇലാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുകയാണ്. നോക്കുമ്പോഴുണ്ട് വഹുവ യബ്കീ, അവൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, തബ്കീ യാ ജിബ്രീൽ, ജിബ്രീലേ അങ്ങ് കരയുകയാണോ? വ അൻത മിനല്ലാഹി ബിൽ മക്കാനില്ലദീ അൻത ഫീഹി, അങ്ങ് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളയാളല്ലേ. അവിടുന്ന് ജിബ്രീൽ പറഞ്ഞു, ഞാൻ എങ്ങനെ കരയാതിരിക്കും, കാരണം വലിയ ആളായിരുന്നല്ലോ ഇബ്ലീസ്, ആ അവസ്ഥ എനിക്ക് വന്നുകൂടായികയില്ലല്ലോ. ഫമക്കൻ നബിയ്യു വബകാ ജിബ്രീൽ ഫമാ സാലാ യബ്കിയാൻ, ജിബ്രീൽ കരഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു, രണ്ടുപേരും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കരഞ്ഞ് 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 അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരച്ചിലിന്റെ ഏറ്റവും വലിയ ലോകത്താണ്. ജിബ്രീൽ അലൈഹിസ്സലാമും നബിയും ഇങ്ങനെ കരയുമ്പോഴാണ് അല്ലാഹു തആല രണ്ടുപേരോടും പറയുന്നത്, ഖദ് ആമനകുമാ അൻത അസിയാ. നബിയേ, ജിബ്രീലേ, നിങ്ങൾ രണ്ടുപേരും പാപസുരക്ഷിതത്വം നൽകപ്പെട്ടവരാണ്. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങ ഇറങ്ങുമ്പോഴാണ് കുറച്ചാളുകൾ നിന്നിങ്ങനെ പൊട്ടിച്ചിരിച്ച് സംസാരിക്കുന്നത്. നമ്മെപ്പോലെ ചിരിക്കാൻ അവസരം കാത്തിരിക്കുന്ന നമ്മൾ, കോമഡി പറയാൻ, കോമഡി കാണാൻ, കോമഡിയുടെ പ്രത്യേകമായ ഭാഗങ്ങൾ കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളോടാണ് അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്നും നമ്മളോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൽഹഖൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? വവറാഅകും ജഹന്നം, നിങ്ങളുടെ മുമ്പിൽ നരകമല്ലേ ഉള്ളത്, നിങ്ങൾ ചിരിക്കുകയാണോ? ബേജാറിലായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് പോകുമായിരുന്നോ, നിങ്ങൾ മരുഭൂമിയിലേക്ക് പോകുമായിരുന്നോ, നിങ്ങൾ അങ്ങനെ എല്ലാം ഒഴിവാക്കി ഇബാദത്തിലായി കഴിഞ്ഞുകൂടുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മുഅ്മിനെ നമ്മൾ ഭയപ്പെടുക. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഈ നരകത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിന്റെ തീയെക്കുറിച്ച്, അതിന്റെ ജ്വാലകളെക്കുറിച്ച്, അതിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒന്നാമത്തെ കവാടത്തിൽ ഇന്നയാളുകൾ, രണ്ടാമത്തെ കവാടത്തിൽ ഇങ്ങനെയാളുകൾ, അങ്ങനെ ഏഴാമത്തെ കവാടത്തിന്റെ കാര്യം പറയുകയാണ്. ഏഴാമത്തെ കവാടത്തിന്റെ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം സംസാരിക്കാതെ തലയങ്ങ് താഴ്ത്തിപ്പോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ. അതെന്താണ് ജിബ്രീൽ? അലാ തഖ്ബിർനി മിൻ ബാബിസ് സാബിർ, എന്തേ ഏഴാമത്തെ കവാടത്തെ കുറിച്ച് എന്നോട് പറയാത്തത് ജിബ്രീലേ? എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്താണ് എന്നോടത് പറയാത്തത് ജിബ്രീലേ? നോക്കണം മുഅ്മിനേ, റസൂലുള്ളാഹിയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ തല ഉയർത്തി പറയുകയാണ്, നബിയേ, ഏഴാമത്തെ കവാടത്തിലുള്ളത് ആരാന്നറിയോ? ഫീഹി അഹ്ലുൽ കബാഇരി മിൻ ഉമ്മതിക, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് വലിയ പാപങ്ങൾ ചെയ്തവരാണ് നബിയേ. അങ്ങയുടെ സമുദായത്തിലെ വൻദോഷികളാണ് യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ജിബ്രീലേ, എന്തായി പറയുന്നത്? അവയദ്ഖുലു അഹദും മിൻ ഉമ്മത്തി അന്നാർ, എന്റെ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കടക്കുമോ? എന്റെ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കടക്കുമോ ജിബ്രീലേ? അതേ നബിയേ, നിങ്ങളുടെ സമുദായത്തിലെ വൻപാപികൾ കടക്കും. മാതു വലം യതൂബൂ, തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾ കടക്കും നബിയേ. റസൂലുള്ളാഹിക്ക് അത് കേൾക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിയുടെ ബോധം കെട്ട് വീണു. ഹദീസിൽ കാണാം,
റസൂലുള്ള ബോധം കെട്ട് വീണു എന്ന് മാത്രമല്ല, കരഞ്ഞ് കരഞ്ഞ് ജിബ്രീൽ പോയി. നബി തിരുമേനി തന്റെ വീട്ടിലേക്കും പോയി. അങ്ങനെ പോയി. പിന്നെ നബിയുടെ ജീവിതമാകെ മാറി. അല്ലാഹുവേ, എന്റെ ഉമ്മത്ത് നരകത്തിൽ കിടക്കുമോ? എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നിസ്കാരത്തിന് വേണ്ടിയല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയില്ല. നിസ്കരിക്കാൻ വരും, വന്നാ തിരിച്ചു പോകും, സുജൂദിൽ വീഴും, പിന്നെ ഒന്നുമില്ല. നേരെ നബിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നു, റസൂലുള്ള സംസാരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു, റസൂലുള്ള സംസാരിക്കുന്നില്ല. പുന്നാര മകളായ ഫാത്തിമ ബീവി കടന്നു ചെന്നു. മോളെ കൊണ്ട് റസൂലുള്ള അടുക്കലേക്ക് വിളിച്ചു. ഫാത്തിമ ബീവി ചോദിച്ചു, നബിയേ, മിന്നി അറാക ഹസീനാ, അങ്ങ് വലിയ ദുഃഖവാനാണല്ലോ. മല്ലദീ നസല അലൈക, എന്താണ് ഇങ്ങേക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഇറങ്ങിയിട്ടുള്ളത്? അവിടുന്ന് നബി തിരുമേനി പറയുകയാണ്, ജാഅനി ജിബ്രീൽ, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് എന്നോട് ഫഅഖ്ബറനി മിൻ സുക്കാനി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള താമസക്കാരെ കുറിച്ച് എന്നോട് ജിബ്രീൽ പറയാൻ തുടങ്ങി. അതിലെ 7ാമത്തെ കവാടത്തെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ സമുദായത്തിലെ വൻപാപികളാണ്, തൗബ ചെയ്യാതെ മരിച്ചു പോയവരാണ്. ഫദാലികല്ലദീ അബ്കാനി വഅഹ്സനനി, അതാണ് എന്നെ ദുഃഖഭരിതനാക്കിയത്, അതാണ് എന്റെ സന്താപത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയത്. എന്നെ വിഷമിപ്പിക്കുന്നത് ആ ദുഃഖമാ. ഫാത്തിമ ബീവി ചോദിക്കാൻ തുടങ്ങി, നബിയേ, പിന്നെ എന്തൊക്കെയാണ് ആ നരകത്തിന്റെ വിശേഷങ്ങൾ? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, മോളെ. അങ്ങനെ അള്ളാഹുവിന്റെ മാലാഖമാര്, സബാനിയാക്കളായ മലക്കുകള് എന്റെ സമുദായത്തിലുള്ള ആളുകളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരും. അവരെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുമ്പോ അള്ളാഹ് അവർക്കൊരാനുകൂല്യം നൽകിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ മുഖം കരിക്കുകയില്ല, അള്ളാഹു അവരുടെ ഹൃദയം കരിക്കുകയില്ല. അങ്ങനെ കൊണ്ടുവരുന്നു. നരകത്തിലേക്ക് അവരെ അങ്ങ് വലിച്ചെറിയുകയാണ്. ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ, നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുന്നു. റസൂലുള്ള പറയുകയാണ്, ഫകം മിൻ ദീ ശൈബത്തിൻ, എത്രയെത്ര നരബാധിച്ച ആളുകളാണ് അവരുടെ താടികൾ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. എത്രയെത്ര സ്ത്രീകളാണ് അവരുടെ മുടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നരകത്തിലേക്ക് അവർ ചെന്ന് അവിടെ കിടന്നവർ കരിയാൻ തുടങ്ങും, അവിടെ കിടന്നവർ അലറി വിളിക്കാൻ തുടങ്ങും, ഞാനപ്പോൾ സ്വർഗത്തിലായിരിക്കും. അങ്ങനെ റസൂലുള്ള ഇങ്ങനെ പറയുകയാണ്. ഒരിക്കൽ അല്ലാഹു തആല ജിബ്രീലിനെ വിളിക്കും, ജിബ്രീലേ, മുഹമ്മദുർ റസൂലിന്റെ ഉമ്മത്തിൽ നിന്ന് കുറച്ചാളുകളെ ആ നരകത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ, എന്താണ് അവരുടെ അവസ്ഥ എന്നൊന്ന് ചെന്ന് നോക്ക്. ഹദീസിൽ പറയുന്ന കാര്യമാ. ജിബ്രീൽ അലൈഹിസ്സലാം ചെന്ന് നോക്കും. ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാമിനെ കാണും. മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ കാവലാൾ. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. യജ്ലിസു അലാ കുർസിയിൻ മിൻ നാർ, തീയുടെ വലിയ ഒരു സിംഹാസനത്തിൽ ബഹുമാനപ്പെട്ട മാലിക് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ജിബ്രീൽ ചെല്ലും. മാലിക് അലൈഹിസ്സലാം ഫഖാമ തഅദീമൻ ലഹു, ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കും. എന്തിനാ വന്നിരിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഞാൻ മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറ്റവാളികളായ മുഹമ്മദ് നബിയുടെ സമുദായത്തിലുള്ള ആളുകളുടെ അവസ്ഥ നോക്കാനാണ്. മാലിക് അലൈഹിസ്സലാം പറയും, മാ അസ്വഅ ഹാലുഹും, അവരുടെ അവസ്ഥ വളരെ മോശമാണ്, അവരുടെ അവസ്ഥ വളരെ അപകടകരമാണ്. ബഹുമാനപ്പെട്ട ജിബ്രീലിന് മാലിക് അലൈഹിസ്സലാം കാണിച്ചു കൊടുക്കും. ആ നരകത്തിന്റെ കവാടം അങ്ങ് മാറ്റിയിട്ട് അതങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇവർ കാണുകയാണ്. നല്ല രൂപത്തിലുള്ളയാൾ, നല്ല സുന്ദരനായ ആൾ. നരകവാസികൾ
കരഞ്ഞുകൊണ്ട് മാലിക് അലൈഹിസ്സലാമിനോട് ചോദിക്കും, ഇതാരാണ് ഈ സുന്ദരനായ മനുഷ്യൻ? മാലിക് അലൈഹിസ്സലാം പറയും, ഇത് ജിബ്രീലാണ്. ജിബ്രീൽ എന്ന് കേൾക്കുമ്പോൾ സ്വഹൂബി അജ്മഈഹിം, എല്ലാവരും ഒരുമിച്ച് അട്ടഹസിക്കുകയാണ്. ഞങ്ങൾക്ക് ജിബ്രീലിനെ അറിയാമല്ലോ, ഞങ്ങളുടെ നബിയുടെ അടുക്കലേക്ക് ഖുർആൻ കൊണ്ടുവന്നയാളാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നരകവാസികൾ പറയും, ജിബ്രീലേ, ഞങ്ങളുടെ നബിയുടെ അടുക്കൽ പോയിട്ട് ഞങ്ങളുടെ സലാം നിങ്ങൾ പറയണം. നബി ജിബ്രീലേ, സലാം പറഞ്ഞ് ഞങ്ങളിവിടെ വലിയ കഷ്ടപ്പാടിലാണ്, ഞങ്ങളിവിടെ വലിയ പ്രയാസത്തിലാണ്, ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ, ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കാൻ, അല്ലാഹുവിനോടൊന്ന് പറയാൻ, മുഹമ്മദുർ റസൂലിനോട് നിങ്ങളൊന്ന് പോയി പറയണമെന്ന് പറയും നരകവാസികൾ. വിശാലമായ ഹദീസാണ്, ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലും, അല്ലാഹുവിനോട് ഈ സംഭാഷണം പറയും. അല്ലാഹു തആല നബിയുടെ അടുക്കൽ ചെല്ലാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുമെന്നാണ്. ആവശ്യപ്പെടുന്ന സമയത്ത് നബി അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെല്ലുമ്പോ വഹുവ അലാ മിമ്പരിൻ ബൈളാ, നല്ല വെളുത്ത ഒരു സിംഹാസനത്തിൽ, നല്ല ഒരു ഖൈമയിൽ, ഒരു കുടിലിൽ, സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെന്ന് സലാം പറഞ്ഞ് ഈ കാര്യം അറിയിക്കും, ഉസ്വാത്തിന്റെ കാര്യം അറിയിക്കും, തെറ്റുകാരായ കുറ്റവാളികളായ ആളുകളുടെ കാര്യം അറിയിക്കും. റസൂലുള്ള പെട്ടെന്ന് അവിടെ നിന്നെഴുന്നേൽക്കും. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ഞാൻ അർശിന്റെ താഴ്ഭാഗത്ത് ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിലായിട്ട് വീഴും. ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ തുടങ്ങും. ഞാൻ അള്ളാഹനെ സ്തുതിക്കും, അതുപോലെ ആരും സ്തുതിച്ചിട്ടില്ല. അങ്ങനെ വലിയ സ്തുതി ഞാൻ സ്തുതിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല എന്നോട് അല്ലാഹു തആല വിളിച്ചു ചോദിക്കും, ഇർഫഅ റഅസക്, തല ഉയർത്തു, എന്താ വേണ്ടത്? സൽ തുഅതാ. ഞാൻ പറയും, അല്ലാഹ്, എന്റെ സമുദായത്തിലെ വൻപാപികളായ ആളുകൾ തൗബ ചെയ്യാതെ പോയതിന്റെ പേരിൽ അവർ നരകത്തിലുണ്ടല്ലാ, അവർക്ക് നീ മോചനം നൽകണമേ. അങ്ങനെ ഞാൻ നരകത്തിന്റെ സമീപത്ത് ചെല്ലുകയും അങ്ങനെ നരകവാസികളായ ആരുടെയൊക്കെ കൽബിലാണോ, ആരുടെയൊക്കെ ഹൃദയത്തിലാണോ ഹദീസിൽ കാണുന്നത്, മൻ കാന ഫീ ഖൽബിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെ ഹൃദയത്തിലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ളത്, അവരെ മുഴുവൻ ഞാൻ നരകത്തിൽ നിന്ന് കൊണ്ടുവരും. അല്ലാഹു തആല അവരെ പ്രത്യേകമായ മാഉൽ ഹയവാൻ എന്ന ഒരു ജലത്തിൽ മുക്കും. അങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ വരും, പുറത്തേക്ക് വരും. നല്ല യുവാക്കളായി, യുവതികളായി, സുമുഖന്മാരായിട്ട്, സുഗന്ധമുള്ളവരായിട്ട് അവർ വരും. അവരുടെ നെറ്റിത്തടത്തിൽ രേഖപ്പെട്ടിരിക്കുന്നുണ്ടാകുമെന്നാണ് ഉത്തഖാഉല്ലാഹി മിനന്നാർ, നരകമോചിതർ എന്ന്. അല്ലാഹു തആല ഈ വിഭാഗത്തിലല്ല, നരകം തൊടാതെ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറയൂ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തൊക്കെ അവസ്ഥകളാണ് ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. നരകവാസികൾ വല്ലാതെ ദാഹിച്ചവശരാകും. ഇവിടുന്ന് റമളാനിൽ നോമ്പ് തുറന്നിരുന്നു, വെള്ളം കുടിച്ചിട്ട്. നോമ്പുള്ള കാലത്ത് അവൻ പകല് വെള്ളം കുടിച്ചിരുന്നു, കള്ള് കുടിച്ചിരുന്നു. ഇങ്ങനെ നരകവാസിയായതാ. നരകവാസിയെ അല്ലാഹു തആല നരകത്തിലിട്ട് ഇങ്ങനെ കരിക്കുമ്പോ, അവനെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ വെള്ളം ചോദിക്കുമെന്നാണ്. ഏതാ വെള്ളം? അല്ലാഹു പറയുന്നത് കേൾക്കൂ. വയുസ്ഖാ മിൻ മാഇൻ സദീദ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉറക്കാമീൻ പറയൂ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. സ്വർഗ്ഗത്തിലെ വെള്ളവും ഭക്ഷണവും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്താണെന്നറിയോ? ഇവിടുന്ന് നമ്മോടുള്ള നിരന്തരമായ ഉപദേശമാണ്, നിങ്ങളുടെ വയറ്റിലേക്ക് ഹറാമ് ചൊല്ലരുത്. നിങ്ങളുടെ വെള്ളത്തിലോ നിങ്ങളുടെ ഭക്ഷണത്തിലോ ഒരിക്കലും ഹറാം ഉണ്ടാകും. ഒന്നിലുണ്ടാവാൻ പാടില്ല, അതിലേതായാലും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടായാൽ നരകത്ത് കിടക്കേണ്ടി വരും. ഫന്നാറു ഔലാബി, അത് നരകവുമായിട്ടാണ് ഏറ്റവും അടുത്തത്. എന്നിട്ടോ ആ നരകവാസികളായ ആളുകൾ
വെള്ളം ചോദിക്കും അള്ളാഹിനോട്. പല ആയത്തുകളുണ്ട്. സ്വർഗത്തിലുള്ള ആളുകളോട് വെള്ളം ചോദിക്കുന്ന ആയത്തുണ്ട്. അൻ അഫീദു അലൈനാ മിനൽ മാ വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. അങ്ങനെ ആയത്തുണ്ട് സൂറത്തുൽ അറാഫിൽ. സ്വർഗവാസികളെ നരകവാസികൾ വിളിക്കും, കുറച്ച് വെള്ളം തരുമോ? അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. ഇനി വെള്ളമില്ലെങ്കിലും പടച്ചോ നിങ്ങൾക്ക് തന്ന എന്തെങ്കിലും തരുമോ? അള്ളാഹു ആ സംഭവം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വല്ലാതെ വെള്ളം ചോദിച്ചാൽ അവർക്ക് കൊടുക്കുന്ന സാധനമാണ് അള്ളാഹു പറയുന്നു മിമ്മാ ഇൻ സ്വദീദ്. രക്തവും ജലവും കൂടിച്ചേർന്ന ദുർനീരായിരിക്കും അവർക്ക് നൽകപ്പെടുക. നോക്ക് നിങ്ങൾ, ഇത് പറയാൻ ആർക്കാ അവകാശം? അള്ളാഹ് തന്നെ പറയല്ലേ. അള്ളാഹു കാക്കുമാറാകട്ടെ. വളരെ ശക്തമായിട്ട് മനസ്സിൽ തട്ടിയാമയും പറയും അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് നമ്മൾ ബേജാറാകാതിരുന്നാൽ ഈ നരകത്തിന്റെ ആ ഒരു അവലക്ഷണം ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മൾ തന്നെ ആയിരിക്കും. പേടിച്ചില്ലല്ലോ എന്നുള്ളതുകൊണ്ട്. എന്നിട്ടോ വെള്ളം കിട്ടിയാൽ അവൻ വളരെ വിഷമിച്ചുകൊണ്ട് ആ വെള്ളം താഴേക്കിറക്കാൻ ശ്രമിക്കും. അവനത് കീഴ്പോട്ടിറക്കാൻ കഴിയില്ല. അങ്ങനെ നരകത്തിൽ അവൻ ഇങ്ങനെ കരിയുകയാണ്. അവനിങ്ങനെ കരിഞ്ഞ് 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 കരിയുമ്പോഴേക്ക് തൊലി മാറുന്നു, കരിയുമ്പോഴേക്ക് രക്തം മാറുന്നു, കഴിയുമ്പോഴേക്ക് ജീവൻ മാറുന്നു. അങ്ങനെയോ അവന് മരിക്കാനും കഴിയുന്നില്ല. ആ വെള്ളം അവൻ കുടിക്കുന്നില്ലെങ്കിൽ അവന്റെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ്. വേറെ ഒരായത്തിലുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ തലയിലൂടെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. സ്വർഗവാസികൾ ഭക്ഷണം ആവശ്യപ്പെടും, നരകവാസികൾ ഭക്ഷണം ആവശ്യപ്പെടും. അപ്പോഴോ രണ്ട് രീതിയിലാണ് അവരുടെ ഭക്ഷണം ഖുർആനിൽ കാണുന്നത്. ഒന്നവർക്ക് നൽകപ്പെടുന്നതാണ് ഒരു തരം കള്ളിമുൾ ചെടിയാണത്. അതവർക്ക് ഇറക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ ആ വെള്ളമുണ്ടല്ലോ, അതവർ കുടിക്കുന്നതാണ്. ഫശാരിബൂന അലൈഹി ശുർബൽ ഹം ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. അതവരങ്ങ് ഒട്ടകങ്ങൾ കുടിക്കുന്നത് പോലെ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ അകത്തുള്ളത് മുഴുവൻ പുറത്തു വരികയാണ്. സഖൂം ലരിയ എന്ന പേരിൽ അവർക്ക് ഭക്ഷണം നൽകപ്പെടുകയാണ്. അത് തിന്നാലോ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. വിശക്കുന്നു അവർക്ക്, അവർ തടിക്കൂല, അവരുടെ ശരീരത്തിന് ഒരു മാറ്റവുമില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണേണ്ടത് ഈ നരകമാണ്. ഒരു ദിവസം വിളിക്കുമല്ലോ അല്ലേ? അവിടെ എല്ലാവരും ഉണ്ടാകും. കോടാനക്കോടിക്കണക്കിന് വരുന്ന ജനസഞ്ചയമുണ്ടാകും, ലക്ഷക്കണക്കിന് വരുന്ന സമൂഹങ്ങളുണ്ടാകും, അവരുടെ നബിമാരുണ്ടാകും, എല്ലാ നേതാക്കളും ഉണ്ടാകും, എല്ലാ അനുയായികളും ഉണ്ടാകും. അവിടെ വെച്ച് അല്ലാഹ് വിളിക്കുന്ന ഒരു വിളിയാളമുണ്ട്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. വംതാസുൽ യൗം, ഇങ്ങോട്ട് മാറി നിൽക്ക. അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ കുറ്റവാളികളായ ആളുകളെ. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? നിങ്ങളത് കേട്ടില്ല. വഅനിഅ്ബുദൂനി,
നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കണം, എന്നെ നിങ്ങൾ അനുസരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലല്ലോ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ മാർഗം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? നിങ്ങളത് കേട്ടില്ല, നിങ്ങളത് അനുസരിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വക ഒരു സമ്മാനമുണ്ട്. അതെന്താണ്? അല്ലാഹു കാക്കുമാറാകട്ടെ. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. നിങ്ങൾക്ക് ഞാൻ തരും എന്ന് പറഞ്ഞിരുന്ന നരകം ഇതാ. നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിരുന്നില്ലേ? ഇന്ന തെറ്റ് ചെയ്താൽ, ഇന്ന പാപം ചെയ്താൽ, ഇന്ന ദോഷം ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ നരകമിതാ. ആ നരകത്തിൽ കിടന്നുകൊണ്ട് നിങ്ങളങ്ങ് കരിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു പറയുകയാണ്. അവന് സംസാരിക്കാനുള്ള അവസരമില്ല. കാരണം വായകൾക്ക് സീല് വെച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2-3 കാര്യങ്ങളാണുള്ളത്. നമ്മൾ ഇതിനെ നന്നായി പേടിക്കുക, നന്നായി ഭയപ്പെടുക. എന്ത് തെറ്റ് ചെയ്യാൻ, കുറ്റം ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിലക്കിയിരിക്കുന്ന എന്ത് ചെയ്യാനും അവൻ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോ നമ്മൾ നരകം കൺമുമ്പിൽ കാണുക. നരകത്തെ നമ്മൾ പേടിക്കുക. കരയാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ. നരകമാണ് നിങ്ങളുടെ അഭയമായിട്ടുള്ളത്. നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമാണ്. അത് ത്വാഗീങ്ങളായ കുറ്റവാളികളായ ആളുകളുടെ എല്ലാവരുടെയും മടക്ക സ്ഥലമാണ്. അല്ലാഹു തആല പറയുന്നു, ഇന്ന ജഹന്നമ കാനത് മിർസാദൻ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബാ. കൊല്ലങ്ങളോളം അവർ ആ നരകത്തിൽ താമസിക്കുന്നവരാണ്. നരകത്തിലോ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. അവർക്കവിടെ ഒരു തണുപ്പില്ല, അവർക്ക് ആ നരകത്തിൽ ഒരു പാനീയമില്ല. ഇല്ല ഹമീമൻ വഗസ്സാഖാ. ചുട്ടുതിളക്കുന്ന വെള്ളമല്ലാതെ കഠിനമായി ദാഹിക്കുമ്പോൾ നൽകുന്ന അങ്ങനെയുള്ള വെള്ളവും അതുപോലെ കള്ളിമുൾ ചെടിയുമല്ലാതെ മറ്റൊന്നും അവർക്കില്ല. എന്താ ഇതിനൊക്കെ കാരണം? ഇവർക്ക് പേടില്ല. ഇവർ നരകത്തെ പേടിച്ചില്ല. ഇവരിങ്ങനെ ഒന്ന് വരുമോ എന്നാലോചിച്ചില്ല. ഇത് പറയുന്ന സദസ്സുകളെ പരിഹസിക്കുകയായിരുന്നു. ഇതൊക്കെ കേൾക്കാൻ നമുക്കെവിടെയാണ് സമയമെന്ന് ചിന്തിക്കുകയായിരുന്നു. കാരണം ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. അവർ ഒരിക്കലും അള്ളാഹുവിന്റെ വിചാരണയെ പ്രതീക്ഷിക്കാത്തവരായിരുന്നു. അള്ളാഹു ഈ പറയുന്നത് കൊണ്ട് അതൊക്കെ കാത്തിരിക്കുന്നവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. വകല്ലബു ബിആയാതിനാ കില്ലാബ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ, നരകം പറയുമ്പോ, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോ അതിനെ കളവാക്കുന്നവരായിരുന്നു അങ്ങനെയുള്ള ആളുകൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മൾ ആ നരകത്തെ പേടിക്കുക, ബേജാറാവുക. പടച്ചോനെ കിടക്കേണ്ടി വരുമോ എന്നാലോചിക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംശുദ്ധമാക്കിയെടുക്കുക. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആ നരകത്തിന്റെ പേടി കൊണ്ട് നമ്മൾ ജീവിതത്തെ നിറക്കുക. 2, നമ്മൾ ആ നരകത്തിൽ നിന്ന് എപ്പോഴും കാവൽ തേടുക. അല്ലേ? വമിനന്നാസി മൻ യഖൂൽ. ജനങ്ങൾക്കിടയിൽ ചില ആളുകളുണ്ട്. എന്താ അവർ പറയുന്നത്? റബ്ബന ആതിനാ ഫിദ്ദുനിയ. അവർക്ക് ദുനിയാവിന്റെ കാര്യ ആലോചനയുള്ളൂ. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഒരു ദുനിയാവ്, ഇവിടുത്തെ ജീവിതം, ഇവിടുത്തെ കാറ്, ഇവിടുത്തെ വാഹനം, ഇതേ അവർക്കുള്ളൂ. എന്നാൽ വമിൻഹും മൻ യഖൂൽ. ഇങ്ങനെ പറയുന്ന ചില ആളുകൾ അവരുടെ ഇടയിലുണ്ട്. എന്താ പറയുന്നത്? എല്ലാവരും പറഞ്ഞോളൂ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നരകം പേടിച്ച്
അതിൽ നിന്ന് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട്. എന്താണ് അവർക്ക് ലഭ്യമാകുന്നത്? ദുനിയാവിൽ നിന്ന് അവരെന്തുണ്ടാക്കിയോ അതിന് മുഴുവൻ അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുകയാണ്. എന്നിട്ടോ വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു തആല അവരുടെ വിചാരണ വളരെ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ് രാജാതിരാജനായ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്. മുഅ്മിനെ കൺമുമ്പിൽ ഇങ്ങനെ കാണുക. ഖുർആനിൽ അതിന്റെ വർണ്ണനകൾ പറഞ്ഞിരിക്കുന്നത് ഇദാ റഅയ്തഹും, അല്ലേ? റസൂലുള്ള ഇതങ്ങ് പറഞ്ഞു നമ്മളുടെ ഒന്നും പ്രസംഗം കൊണ്ട് ഒന്നും ആവില്ല. സ്വഹാബികൾ പറയുന്നുണ്ട്, അള്ളാന്റെ റസൂല് നരകത്തെ കുറിച്ച് താക്കീത് ചെയ്യുമ്പോൾ ശബ്ദം അങ്ങ് ഉയർന്നുയർന്ന് അങ്ങാടിയിലുള്ള ആളുകൾക്ക് പോലും നരകത്തെ കേൾക്കാൻ കഴിയുമായിരുന്നു എന്ന് സ്വഹാബികൾ പറയാണ്, അല്ലേ? എല്ലാവരോടും പറഞ്ഞു. ആദ്യമായിട്ട് അവിടുന്ന് പരസ്യ പ്രബോധനം നടത്തിയത് നരകം പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? അതാലോചിച്ച് നോക്കൂ. ആദ്യമായിട്ട് പരസ്യ പ്രബോധനം നടത്തുകയാണ്. ആളുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി, മോളുണ്ട്, അതുപോലെ പലരും ഉണ്ട്.